ഹലോ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പട്ടാമ്പി ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് കേട്ടോ. രാമായണ മാസമൊക്കെ അല്ലേ, അപ്പം നമ്മൾ ആദ്യം പോണത് പട്ടാമ്പിയിലുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കാണ്. നമുക്കിങ്ങനെ ഇടയ്ക്കൊരു ആഗ്രഹം തോന്നില്ലേ, ഗുരുവായൂരിൽ പോയിട്ട് തൊഴുത് പ്രാർത്ഥിക്കണം എന്നൊക്കെ. അപ്പോൾ നമ്മൾ വർഷത്തിൽ 1-2 പ്രാവശ്യമൊക്കെയാണ് ഗുരുവായൂർ പോകാറുള്ളൂ. ഇവിടുന്ന് കുറേ ദൂരമുണ്ട്, അപ്പോൾ എപ്പോഴൊന്നും ആഗ്രഹിച്ചാലും നടക്കാറില്ല. അങ്ങനെയുള്ള സമയത്ത് ഗുരുവായൂരപ്പനെ തൊഴാനൊക്കെ തോന്നുന്ന സമയത്ത് നമ്മൾ പട്ടാമ്പി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ. നമുക്ക് അടുത്താണ്. അങ്ങനെ ഇതാ നമ്മൾ തൊഴുത് ഇറങ്ങി. അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ വേറൊരു നയനമനോഹരമായ കാഴ്ചയാണ് കേട്ടോ. പട്ടാമ്പി മണികണ്ഠൻ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പേര് കേട്ടിരുന്നു, പക്ഷേ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. ആനച്ചന്തം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നോക്കി നിൽക്കാൻ തോന്നും, കണ്ട് മടുക്കില്ല. അത്രയും നല്ല ഒരു ഗജവീരൻ തന്നെയാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ അവിടുന്ന് പോണത് അവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരം ഉണ്ടാവുള്ളൂ, ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. റോഡിൻ്റെ ഒരു വശത്ത് കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ അമ്പലത്തിലേക്ക് വഴിപാടിന് വേണ്ട മുട്ടിറക്കുന്നതിന് വേണ്ടിയിട്ട് നാളികേരം, എണ്ണ, അങ്ങനെ വഴിപാട് സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ഈ കട. അങ്ങനെ ഭഗവതിയുടെ അടുത്തും അയ്യപ്പസ്വാമിയുടെ അടുത്തൊക്കെ തൊഴുത് പ്രാർത്ഥിച്ച് നമ്മൾ നേരെ ഈ സ്റ്റെപ്പ് ഇറങ്ങണത് ഹനുമാൻ സ്വാമിയുടെ അമ്പലത്തിലേക്കാണ്. അപ്പോൾ അവിടെയും തൊഴുതിട്ട് ഇറങ്ങുമ്പോൾ കുട്ടികൾ പറഞ്ഞു കേട്ടോ പുഴയിലേക്ക് ഇറങ്ങുന്നത്. നേരെ തൊട്ട് താഴെ ആ സ്റ്റെപ്പ് ഇറങ്ങണത് പുഴയിലേക്കാണ് കേട്ടോ. അത്രയും അടുത്താണ്. അപ്പോൾ ഈ ഭാഗത്ത് നല്ല ഇരുട്ടാണ് കേട്ടോ, കാരണം അത്ര മരങ്ങളാണ് അവിടെ. അപ്പോൾ അവിടേക്ക് വെളിച്ചല്ല. പിന്നെ ആ സ്റ്റെപ്പിൽ നിന്ന് അധികം താഴത്തേക്ക് ഇറങ്ങില്ല കേട്ടോ, അവിടെയൊക്കെ നല്ല വഴുക്കലുണ്ട്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം നോക്കി നിന്നതേ ഉള്ളൂ. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുത് പ്രാർത്ഥിച്ച് വരുമ്പോൾ മനസ്സിന് ഒരുപാട് സന്തോഷവും സമാധാനമൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് വരികയാണ് വീട്ടിലേക്ക്. അപ്പോൾ പാറും ശിവേദ ബാക്കിലിരിക്കുന്നുണ്ട്. അവർ മുന്നിലിരുന്നാൽ അവർ രണ്ടാളും കൂടി തല്ല് കൂടുള്ളൂ. അപ്പോൾ രണ്ടാളും തല്ല് കൂടണ്ട വിചാരിച്ച് അവർ ബാക്കിലാക്കിയിട്ട് ഞാൻ മുന്നിലിരുന്നതാണ്. അല്ലെങ്കിൽ ഒരാൾക്ക് ഇരുന്നാൽ ഒരാൾ തെറ്റും, അങ്ങനെയാണ്. പിന്നെ വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ അറിയാതെ നോക്കിപ്പോണത് ഇതാ ഇങ്ങനെയുള്ള കാഴ്ചകളാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ വല്ലപ്പുഴ റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല മഴ പെയ്തു കേട്ടോ. പിന്നെ അമ്പലത്തേക്ക് തൊഴുന്ന സമയത്തൊന്നും ഭാഗ്യം കൊണ്ട് മഴ ഉണ്ടായില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.